നിങ്ങൾക്കറിയാമോ, ഭൂമിക്കൊരിക്കലും ചൂടാറാത്ത ഒരിടമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരു കാലത്ത് ഊർജം പകർന്ന മണ്ണാണ് ജാർഖണ്ഡിലെ ഝരിയ. ലോകോത്തര നിലവാരത്തിലുള്ള കോക്കിംഗ് കോളിൻ്റെ പേരിൽ പ്രശസ്തമായിരുന്ന ഈ ചെറിയ പട്ടണം ഇന്ന് ഭൂഗർഭ നരകമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 109 വർഷത്തിലേറെയായി അടങ്ങാത്ത ഒരു ദുരന്തത്തിൻ്റെ കനലിരിയുകയാണ് ഇവിടെ. മണ്ണിനടിയിലെ കൽക്കരി നിക്ഷേപങ്ങളിൽ ആളിക്കത്തുന്ന തീ വിഷപ്പുകയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഉരുക്ക് വ്യവസായത്തിന് ഊർജം നൽകിയിരുന്ന ഈ പ്രകൃതി വിഭവം തന്നെയാണ് ഇന്ന് ഝരിയയുടെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന ഈ തീപിടുത്തം ഈ പ്രദേശത്തെ എക്കാലവും പുകയിലും ചാരത്തിലും ആഴ്ത്തിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ അഗ്നിബാധയല്ല, മറിച്ച് ഇതൊരു ഭൂഗർഭ ദുരന്തമാണ്. കാലങ്ങളായുള്ള മനുഷ്യന്റെ അത്യാഗ്രഹത്തിൻ്റെയും അശാസ്ത്രീയമായ ഖനനത്തിൻ്റെയും പരിണിത ഫലം. ഒരു നഗരം മുഴുവൻ എങ്ങനെയാണ് പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഝരിയയുടെ കഥ വികസനത്തിൻ്റെയും പാരിസ്ഥിതിക നിസ്സംഗതയുടെയും ഭീകരമായ വിലയുടെ ഓർമ്മപ്പെടുത്തലാണ്. 1916 ഝരിയയിലെ കൽക്കരി ഖനികളിലെ ഭൂഗർഭ തീപിടുത്തം ആരംഭിച്ചത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ടായിട്ടും ഈ തീ ഇന്നും ആളിക്കത്തുന്നു. ഇതൊരു പ്രകൃതി ദുരന്തമായിരുന്നില്ല, മറിച്ച് മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. കൽക്കരി ഖനനം ചെയ്യുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഖനനത്തിന് ശേഷം വരുന്ന വലിയ അറകൾ മണ്ണും ചാരവും ഉപയോഗിച്ച് സുരക്ഷിതമായി അടയ്ക്കണം. എന്നാൽ ലാഭം മാത്രം ലക്ഷ്യമിട്ട് അക്കാലത്ത് നടന്ന അശാസ്ത്രീയമായ ഖനനം പലപ്പോഴും ഈ സുരക്ഷാ മുൻകരുതലുകൾക്ക് വില കൽപ്പിച്ചിരുന്നില്ല. കൽക്കരിപ്പാളികൾ തുറന്നിടുകയോ കൃത്യമായി അടയ്ക്കാതിരിക്കുകയോ ചെയ്തപ്പോൾ അന്തരീക്ഷ വായുവിന് ഖനിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. കൽക്കരിയുടെ ഓക്സീകരണം ഖനിക്കുള്ളിലെ കൽക്കരി അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിലായപ്പോൾ പതിയെ ഓക്സീകരിക്കപ്പെടാനും തുടങ്ങും. ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തുവിടുന്നു. ആവശ്യത്തിന് വായുവും താപവും ലഭിക്കുമ്പോൾ ഈ കൽക്കരിപ്പൊടി സ്വയം ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ചെറിയ തീപ്പൊരിയായി തുടങ്ങിയത് ഭൂമിക്കടിയിലെ വിശാലമായ കൽക്കരിപ്പാളികളിലേക്ക് വേഗത്തിൽ പടർന്നു. ഇന്ത്യൻ ഉരുക്ക് വ്യവസായത്തിൻ്റെ നട്ടെല്ലായിരുന്ന കോക്കിംഗ് കോളിൻ്റെ ഏറ്റവും വലിയ ശേഖരമാണ് ഝരിയയിലുള്ളത്. ഈ കൽക്കരിക്ക് ഉയർന്ന കാർബൺ കണ്ടന്റ് ഉണ്ട്. ഇത് തീവ്രമായ ചൂടിൽ വളരെ കാലം കത്താൻ കഴിവുള്ളതാണ്. ഇത് തീ അണയ്ക്കുന്നതിനെ കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കൽക്കരി ഖനിയിലെ തീപിടുത്തം അണയ്ക്കുക എന്നത് അഗ്നിശമന സേനയുടെ ലളിതമായ ജോലിയല്ല. ഭൂമിക്കടിയിലെ തീപിടുത്തം ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന തീയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരിപ്പൊടിയിൽ നിന്ന് അതിതീവ്രമായ ചൂടാണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രവഹിക്കുന്നത്. പല പ്രദേശങ്ങളിലും ഭൂമിയിൽ സ്പർശിക്കാൻ പോലും കഴിയാത്തത്ര ഉയർന്ന താപനില അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിലും അപകടകരമാണ് ഈ പ്രക്രിയയിലൂടെ പുറത്തുവരുന്ന വിഷവാതകങ്ങൾ. നിറവും മണവുമില്ലാത്തതും ശ്വസിച്ചാൽ മരണത്തിന് വരെ കാരണമാകുന്നതുമായ കാർബൺ മോണോക്സൈഡ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വഴിവെക്കുകയും ആസിഡ് മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്ന സൾഫർ ഡയോക്സൈഡ്, കൂടാതെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ ഈ പുകയിലുണ്ട്. തീയുടെ ചൂടിൽ കൽക്കരി കത്തുമ്പോൾ അത് വലിയ ഭൂഗർഭ അറകൾ സൃഷ്ടിക്കുന്നു. ഈ അറകൾക്ക് മുകളിലുള്ള മണ്ണും പാറയും ക്രമേണ ദുർബലമാവുകയും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴുകയും ചെയ്യാം. റോഡുകളും കെട്ടിടങ്ങളും വീടുകളും അടക്കം ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ചകൾ ഝരിയയിൽ സാധാരണമാണ്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ ഇടിഞ്ഞു താഴുകയോ വിള്ളലുകൾ വീണ് വാസയോഗ്യമല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട്. ഝരിയയിലെ സ്ഥിതി സവിശേഷമാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൽക്കരി ഖനികളിലെ തീപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. US സെൻട്രേലിയ, പെൻസിൽവാനിയ ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ 1962 ആരംഭിച്ച ഭൂഗർഭ തീ ഇന്നും കത്തുന്നുണ്ട്. ഈ പട്ടണത്തിലെ ഭൂരിഭാഗം ആളുകളെയും മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ഇന്ന് അതൊരു പ്രേത നഗരമാണ്. ചൈനയിലെ ഷാൻസി, മംഗോളിയ തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ 109 വർഷം തുടർച്ചയായി ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശത്ത് തീ കത്തുന്നത് ഝരിയയെ ഒരു ലോക ദുരന്തമായി അടയാളപ്പെടുത്തുന്നു. ഒരു നൂറ്റാണ്ടായി തുടരുന്ന ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ഝരിയയിലെ സാധാരണ ജനങ്ങളാണ്. പതിറ്റാണ്ടുകളായി വിഷവാതകങ്ങൾ ശ്വസിക്കുന്നതിൻ്റെ ഫലമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ശ്വസന സംബന്ധമായ അസുഖങ്ങൾ അത് കൂടുതലാണ്. ശ്വാസം മുട്ടൽ, ബ്രോങ്കൈറ്റിസ്, ത്വക്കുരോഗങ്ങൾ കൂടാതെ ശ്വാസകോശ അർബുദം എന്നിവ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൂഗർഭത്തിലെ ചൂട് ഉപരിതലത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ വേനൽക്കാലത്ത് ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. ഇടിഞ്ഞു താഴുന്ന ഭീഷണികൾക്കിടയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ നിർബന്ധിതരാകുകയും ചെയ്യുന്നു.
കൽക്കരി ഖനനത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഭൂരിഭാഗം പേരുടെയും ജീവിതമാർഗം. വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ സർക്കാർ ആവശ്യപ്പെടുമ്പോഴും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അവരെ ഈ അപകട മേഖലയിൽ തന്നെ തളച്ചിരുന്നു. ജീവിതമാർഗം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷി പലർക്കുമില്ല. നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ തലമുറകളായി കൈമാറി വന്ന വീടുകളും ഭൂമിയും നഷ്ടപ്പെട്ടു. ഭൂമി ഇടിഞ്ഞതിനെ തുടർന്ന് തകർന്ന വീടുകളുടെ കഥകൾ ജരിയയിൽ സാധാരണമാണ്. ഈ ദുരിതബാധിതർക്ക് പുനരധിവാസം ഒരു അവകാശമായി മാറുമ്പോൾ അതിൻ്റെ വേഗതയും ഗുണമേന്മയും പലപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. തീ അണയ്ക്കാനും ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഖനന കമ്പനിയായ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഫലം പരിമിതമായിരുന്നു. കൽക്കരി ഖനിയിലെ ജ്വലിക്കുന്ന തീ അണയ്ക്കുന്നതിനുള്ള പ്രധാന ശ്രമങ്ങൾ 3 രീതിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കത്തുന്ന കൽക്കരി പൂർണ്ണമായും ഖനനം ചെയ്ത് നീക്കം ചെയ്യുക എന്നതാണ് ഒരു മാർഗം. ഇത് ചെലവേറിയതും അപകടകരവുമാണ്. കൂടാതെ തീയുടെ വ്യാപനം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി തീയിലേക്ക് വായുവിൻ്റെ അതായത് ഓക്സിജന്റെ പ്രവാഹം തടയുന്ന നിർജീവമാക്കൽ രീതി ഉപയോഗിക്കുന്നു. ഇതിനായി മണ്ണ്, ചാരം, സിമന്റ്, സ്ലറി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഖനി അറകൾ അടയ്ക്കുന്നു. മൂന്നാമത്തെ മാർഗം കൂളിംഗ് ആണ്. ഇതിലൂടെ വെള്ളം പമ്പ് ചെയ്ത് ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും തീയുടെ വലിയ വ്യാപ്തിയും ആഴവും കാരണം ഈ ശ്രമങ്ങളൊന്നും ഇതുവരെ പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല. ചിലയിടങ്ങളിൽ തീയണയ്ക്കാൻ സാധിച്ചെങ്കിലും സമീപ പ്രദേശങ്ങളിലേക്ക് അത് വീണ്ടും പടരുകയായിരുന്നു. ചരിയയിലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2009 ചരിയ പുനരധിവാസ വികസന പദ്ധതി ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി. എങ്കിലും ഈ പദ്ധതിയുടെ നടത്തിപ്പ് പഴിയും കാലതാമസവും നേരിട്ടു. പുനരധിവാസത്തിനായി നിർമ്മിച്ച വീടുകളുടെ ഗുണനിലവാരം, ജനങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം, പുതിയ സ്ഥലങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയെല്ലാം വലിയ തർക്കങ്ങൾക്ക് കാരണമായി. പലരും അപകടകരമായ പഴയ സ്ഥലങ്ങൾ വിട്ടുപോകാൻ വിസമ്മതിച്ചു. കാരണം പുതിയ സ്ഥലങ്ങളിൽ തൊഴിലവസരങ്ങളോ സാമൂഹിക ബന്ധങ്ങളോ ഇല്ലായിരുന്നു. പുനരധിവാസം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട സമയപരിധി പലതവണ നീട്ടേണ്ടി വന്നു. ഇന്നും അത് പൂർണ്ണമായും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ചരിയ ഒരു നഗരം എന്നതിലുപരി പരിസ്ഥിതിയെയും മനുഷ്യന്റെ ജീവനെയും അവഗണിച്ചുള്ള വികസനത്തിന്റെ കറുത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്. കൽക്കരി ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് കൽക്കരി ഖനനം വരുത്തിവെക്കുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വലിയ പാഠമാണിത്. നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ നാം ഭൂമിയോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ഭീകരമായ ചിത്രമാണ് ചരിയ നൽകുന്നത്. അവിടെ പുകയുന്നത് കൽക്കരി മാത്രമല്ല, അവിടുത്തെ ജനതയുടെ ആരോഗ്യം, പ്രതീക്ഷകൾ, ഭാവി എന്നിവ കൂടിയാണ്. പുനരധിവാസ പദ്ധതികൾക്ക് വേഗത നൽകുകയും അവകാശപ്പെട്ട ജീവിതം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് സർക്കാരിൻ്റെ ധാർമ്മികമായ ബാധ്യതയാണ്. ഭൂമിയുടെ ചൂടാറൽ തടയാൻ ലോകം പരിശ്രമിക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നൂറ്റാണ്ടായി കത്തിയെരിയുന്ന ഈ തീയണയ്ക്കാൻ ഇന്ത്യക്ക് കഴിയണം. ചരിയയുടെ ദുരന്തം സുസ്ഥിരമായ ഖനന രീതികളും പരിസ്ഥിതി സൗഹാർദ്ദപരമായ വികസനവും നടപ്പിലാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത വിളിച്ചോതുന്നു. തീർച്ചയായും ചരിയയിലെ പുനരധിവാസ പദ്ധതികളെക്കുറിച്ചും തീ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ചരിയയിലെ ഭൂഗർഭ തീപിടുത്തം കാരണം അപകട മേഖലയിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സുപ്രധാന പദ്ധതിയാണ് ചരിയ പുനരധിവാസ വികസന പദ്ധതി. 2009 ആരംഭിച്ച ഈ പദ്ധതിയുടെ ചുമതല ചരിയ റീഹാബിലിറ്റേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ്. തീപിടുത്തം, ഭൂമി ഇടിഞ്ഞുതാഴൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള അപകട മേഖലകൾ നിർണ്ണയിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഈ പ്രദേശങ്ങളിലെ താമസക്കാരെയും അനധികൃത കയ്യേറ്റക്കാരെയും കണ്ടെത്തി സുരക്ഷിതമായ ബൽഗരിയ പോലെയുള്ള പുതിയ ടൗൺഷിപ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ പുതിയ താമസ സ്ഥലങ്ങളിൽ റോഡ്, വെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും വേണം. അവസാനമായി തീ അണയ്ക്കാനും നിയന്ത്രിക്കാനും ശാശ്വത പരിഹാര നടപടികൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും JRDP ലക്ഷ്യമിട്ട വേഗതയിൽ പുരോഗമിക്കാത്തതിന് പിന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട്. തലമുറകളായി ജീവിച്ചു പോന്ന പ്രദേശം വിട്ടുപോകുമ്പോൾ വീടുകൾ മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടുന്നു എന്നതിനാൽ സ്ഥലത്തോടുള്ള വൈകാരിക ബന്ധം പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കലിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. കൂടാതെ ചരിയയിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം അനൗപചാരിക കൽക്കരി വ്യാപാരത്തെയും അല്ലെങ്കിൽ അതുപോലെ ഖനനത്തെയും ആശ്രയിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് ഉപജീവന പ്രശ്നങ്ങൾ ഒരു പ്രധാന വെല്ലുവിളിയാണ്.
പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. മാറ്റിപ്പാർപ്പിക്കൽ നടന്ന പുതിയ താമസ സ്ഥലങ്ങളായ ബൽഗരിയ പോലെയുള്ള പ്രദേശങ്ങളിൽ വേണ്ടത്ര തൊഴിലവസരങ്ങളോ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളോ ലഭ്യമല്ല എന്ന പരാതികളും വ്യാപകമാണ്. യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുക, അനധികൃത കയ്യേറ്റക്കാരെ വേർതിരിക്കുക, നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലുള്ള തർക്കങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പരാതികളും നിയമപ്രശ്നങ്ങളും പദ്ധതിയുടെ വേഗത കുറയ്ക്കുന്നു. ഇതിനെല്ലാം ഉപരി പുനരധിവാസ പ്രക്രിയ തുടങ്ങിയിട്ട് തീയുടെ വ്യാപനം പലപ്പോഴും പുതിയ സ്ഥലങ്ങളെയും അപകട മേഖലകളാക്കി മാറ്റുന്നു. അതിനാൽ JRDP പോലെയുള്ള പദ്ധതികൾ വൻകിട എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളെക്കാൾ വലിയ സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത് വെറും കെട്ടിടങ്ങൾ മാറ്റിസ്ഥാപിക്കൽ പ്രക്രിയയല്ല, മറിച്ച് ഒരു ജനതയുടെ ജീവിത രീതി മാറ്റുന്ന പ്രക്രിയയാണ്. ഒരു നൂറ്റാണ്ടായി കത്തുന്ന ഝരിയയിലെ തീയണയ്ക്കാൻ BCCL മറ്റ് ഏജൻസികളും വിവിധങ്ങളായ ആധുനികവും പരമ്പരാഗതവുമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഝരിയയിലെ തീപിടുത്തം വലിയൊരു പ്രദേശം വ്യാപിച്ചു കിടക്കുന്നതിനാലും തീയുടെ ആഴം പലയിടത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാലും ഒരൊറ്റ സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല. നിലവിൽ വിവിധ രീതികളുടെ സംയോജിത ഉപയോഗമാണ് ഫലപ്രദമായ പരിഹാരത്തിനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഝരിയയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്.